ഇന്ന് നമുക്ക് കുറിയ ചാറോടുകൂടി മാങ്ങയിട്ട് നല്ലൊരു മീൻ കറി വെക്കാം. അതിനുവേണ്ടി കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷായ കണമ്പാണ്. ഇത് ഇത്തിരി വലിപ്പം കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടായിട്ട് മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് കുറച്ച് ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, 2 പച്ചമാങ്ങ. ഇനി സ്റ്റൗ കത്തിച്ച് ഒരു കറിക്കലം അടുപ്പിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ കറിക്ക് ചുവന്നുള്ളി തന്നെ ചേർക്കണം, സവാള ചേർക്കരുത്. മീൻ കറിക്ക് എപ്പോഴും നമ്മൾ ചുവന്നുള്ളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. 1 മുറി തേങ്ങ ചിരണ്ടി ഒന്ന് മിക്സിയിലൊന്ന് കറക്കി അത് മൊത്തം പിഴിഞ്ഞെടുത്ത പാലാണ്. അതും കൂടി ചേർത്ത് അതിലേക്ക് ആവശ്യമായ 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ഇളക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മീൻ ചേർക്കുക. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇത് കണമ്പാണ്. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ 2 പച്ചമാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. 2 പച്ചമാങ്ങ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെക്കുക. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് അനക്കി കൊടുത്ത ശേഷം ഇനി ഒന്ന് സ്റ്റൗ മീഡിയത്തിൽ വെക്കുക. ഇനി ഒന്ന് ചാറൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അനക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. സ്പൂണിട്ട് ഇളക്കരുത്. സ്പൂണിട്ട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ചാറ് കുറുകി വരുന്നുണ്ട്. ഇത്തിരിയും കൂടി കുറുകാനുണ്ട്. സ്റ്റൗ മീഡിയത്തിലിടുക. നല്ല അടിപൊളി കറിയാണിത്. ഇപ്പോൾ ഇതേപോലെ മാങ്ങയിട്ട് ഏത് മീൻ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. ഇത്തിരി ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്ന് അനക്കി കൊടുത്ത ശേഷം ഒന്നും കൂടി അടച്ചു വെക്കുന്നുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പം, ചപ്പാത്തി, പുട്ട് എല്ലാത്തിനും കൂടിയും ഈ മീൻ കറി നന്നായിട്ട് പോകും. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മാങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് നല്ലൊരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി മീൻ കറിയല്ലേ, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്പൂണിട്ട് ഇളക്കരുത്, ഇങ്ങനെ സൈഡിൽ നിന്ന് മാത്രം എടുക്കുക. ഇപ്പോൾ ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്താലും ഒന്നും കൂടി ഇരുന്ന് വറ്റും ഇത്. പിന്നെ കുറച്ച് ഫ്രഷായ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ല. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ചോറിനെ കൂടി അപ്പത്തിനെ കൂടിയൊക്കെ പോകുന്ന നല്ലൊരു കറി, നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.